അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when Sita made necklaces of either 60 beads, 20 beads and 36 beads, not a single bead was left over. What could be the least number of beads Sita had? അതായത് എന്താണ്, സീത എന്ന് പറയുന്ന ഒരാൾ നെക്ലസസുകൾ ഉണ്ടാക്കുകയാണല്ലേ. സോ ഓരോ നെക്ലസസിൽ എത്ര ബീഡ്സ് വെച്ചിട്ടാണ് വരുന്നത്? ഒന്നല്ലെങ്കിൽ 16 ബീഡ്സ് ആണ് ഒരു നെക്ലസിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ 20 ബീഡ്സ് ഉണ്ടാവും ഒരെണ്ണത്തിൽ, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ 36 ബീഡ്സ് ഉണ്ടാവും. സോ ഈ ഒരു ഓർഡറിലാണ് എന്തുണ്ടാക്കുന്നത്? നെക്ലസ് ഉണ്ടാക്കുന്നത് അല്ലേ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, അവസാനം ഒരു ബീഡ് പോലും എന്താണ് ബാക്കി വരാത്ത രീതിയിൽ നെക്ലസസുകൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ദ ലീസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ് സീത ഹാഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ സീതയുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ കീവേഡ് ഏതാ? ലീസ്റ്റ്. കണ്ടോ, ലീസ്റ്റ്. സോ എന്താണ്, ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? LCM-ഉമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. എന്താണ്? LCM. സോ എന്താണ്, ഈ 16, 20, 36 എന്ത് കണ്ടാൽ മതി? LCM കണ്ടാൽ മതി അല്ലേ. സോ LCM നമ്മൾ കാണുക. സോ 16 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 16 എന്ന് പറയുന്നത് 2⁴ ആണ്. 20 എന്ന് പറയുന്നത് 2² × 5 ആണ്. 36 എന്ന് പറയുന്നത് 2² × 3² ആണ്. സോ LCM എന്ന് പറയുന്നത് എന്ത് വരും? 2⁴ × 3² × 5 എത്രയാ? 16 × 9 × 5. 16 5 80. 80 × 9 720. സോ എന്താണ്, ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ, ഈ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ സീതയുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണ്? 720 ബീഡ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 720. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, the ratio of HCF and LCM of two numbers A and B is 1:30 and the difference between the HCF and LCM is 493. Find the possible number of pairs of A and B. അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്, ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ HCF-ഉം LCM-ഉം തമ്മിലുള്ള റേഷ്യോ 1:30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് HCF LCM തമ്മിലുള്ള റേഷ്യോ 1:30 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? HCF X ആണെങ്കിൽ LCM എത്രയാണ്? LCM 30X ആണ് അല്ലേ. HCF 1X ആണെങ്കിൽ LCM 30X ആണ്. അതല്ലേ അതിൽ പറഞ്ഞേക്കുന്നത്? അതെ. ഇനി രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ HCF ആൻഡ് LCM ഈസ് 493. അതായത് HCF-ഉം LCM-ഉം തമ്മിലുള്ള ഡിഫറൻസ് 493 ആണ്. നമ്മൾ HCF ആയിട്ട് X എടുത്തു, LCM ആയിട്ട് 30X എടുത്തു. അപ്പോൾ ഡിഫറൻസ് എത്ര വരും? 30X - 1X 29X. ആ 29X ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? 493 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഫൈൻഡ് ദ പോസിബിൾ നമ്പർ പെയർസ് ഓഫ് A ആൻഡ് B. ഓക്കെ. ഇവിടെ ഞാൻ X മാറ്റിയിട്ട് വേറെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഒരു സെക്കൻഡ്. ഓക്കെ. ഇവിടെ ഓക്കെ, HCF-ന്റെ LCM-ന്റെ റേഷ്യോ 1:30. അതായത് HCF 1K ആണെങ്കിൽ LCM 30K. ഓക്കെ. HCF 1K ആണെങ്കിൽ LCM 30K. അപ്പോൾ ഡിഫറൻസ് LCM - HCF 30K - 1K 29K. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെ വരണമെങ്കിൽ HCF-ഉം LCM-ഉം തമ്മിലുള്ള ഈ റിലേഷനും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 493 വരണമെങ്കിൽ അങ്ങനെയുള്ള എത്ര നമ്പർ ഓഫ് A ആൻഡ് B എന്ന് പറയുന്ന ഒരു പെയേഴ്സ് കാണുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള എത്ര AB പെയേഴ്സ് കാണുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ അതിനാദ്യം നമ്മൾ K എത്രയാണെന്ന് കണ്ടുപിടിക്കണം. K എത്രയാണ്? K എന്ന് പറയുന്നത് 493/29. എത്ര വരും? ഒരു തവണ പോവും, ബാലൻസ് 20, 103, 7. അപ്പോൾ K എന്ന് പറയുന്നത് 17 ആണ്. K 17 ആണെങ്കിൽ HCF എത്രയാണ്? HCF നമുക്കറിയാം 1K ആണ്. സോ 1 × 17. LCM എന്ന് പറയുന്നത് 30 × 17. ഓക്കെ. നമുക്ക് നമ്പർ ഓഫ് പെയേഴ്സ് ആണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എപ്പോഴും L = H × XY ആണ് നമ്മൾ അതിനെപ്പോഴും യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. നമ്പർ ഓഫ് പെയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ. അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. സോ നമ്മൾ എന്താണ്, നമുക്ക് കിട്ടിയത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. LCM നമുക്ക് കിട്ടിയത് 30 × 17 ആണ്. സോ 30 × 17 = H × X × Y. H എത്രയാണ്? 17 ആണ്. സോ 17 × X × Y.
സോ ഈ 17 ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 30 കിട്ടും. സോ എക്സിൻ്റെ വൈയുടെ പ്രോഡക്റ്റ് എത്രയാണ്? 30 ആണ് അല്ലേ? സോ എക്സിൻ്റെയും വൈയുടെയും പ്രോഡക്റ്റ് 30 വരണമെങ്കിൽ അങ്ങനെയുള്ള എക്സിൻ്റെയും വൈൻ്റെ പേഴ്സ് എത്ര എണ്ണം വരും? ഏതൊക്കെ വരാം? എക്സും വൈയും 1 30 വരാം അല്ലേ? 1 30 പ്രോഡക്റ്റ് 30 ആണല്ലോ. അടുത്തത് 2 15 വരാമല്ലോ. 3 10 വരാം. പിന്നെ ഏത് വരാം? 5 6 വരാം. വേറെ ഏതെങ്കിലും എക്സും വൈയും വരാനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ നോക്കി, ഇവിടെ എല്ലായിടത്തും പ്രോഡക്റ്റ് 30 ആണ്. 2 × 15 30, 3 × 10 30, 5 × 6 30. വേറെ ഏതെങ്കിലും എക്സും വൈയും വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല അല്ലേ? സോ നോക്കി, അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. നമ്മളിത് എക്സും വൈൻ്റെ വാല്യൂസ് ആണ് ഈ എഴുതി വെച്ചേക്കുന്നത്. നമുക്കറിയാം എക്സും വൈയും എപ്പോഴും കോപ്രൈംസ് ആയിരിക്കും. സോ ഈ നമ്മൾ എഴുതിയിരിക്കുന്ന പെയേഴ്സ് എല്ലാം കോപ്രൈംസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1 30 കോപ്രൈം ആണ്. 2 15 കോപ്രൈം ആണോ? ആണ്. 3 10 ആണ്. 5 6 ആണ്. സോ ഈ 4 പെയറും എന്താണ്? കോപ്രൈംസ് ആണ്. സോ ഈ 4 പെയറും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു രീതിയിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് എത്ര പെയേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്? 4 പെയേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എത്ര പെയേഴ്സ് ആണ് വരിക? 4 പെയേഴ്സ്. സോ ഓപ്ഷൻ സി 4 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the sum of two numbers is 36 and their HCF is 4. How many pairs of such numbers are possible? അതായത് രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത്, അതായത് രണ്ട് നമ്പേഴ്സ് എയും ബിയും ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 36 ആണ്. ആ രണ്ട് നമ്പേഴ്സിന്റെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എത്ര പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് വരാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഈ നമ്പർ ഓഫ് പെയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സും വൈയും കണ്ടുപിടിക്കണം. അത് മാൻഡേറ്ററി ആണ്. എക്സും വൈയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുക. സോ എക്സും വൈയും നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. നമുക്കറിയാം എയുടെയും ബിയുടെ സമ്മ് തന്നിട്ടുണ്ടല്ലേ. നമുക്കറിയാം എ എന്ന് പറയുന്നത് എന്താണ്? HX ആണ്. എക്സ് എന്ന് പറയുന്നത്, എക്സും വൈ എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോസ് ആണ്. എച്ച് എന്ന് പറയുന്നത് HCF ആണ്. ബി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? HY എന്ന് എഴുതാൻ പറ്റും. സോ എ പ്ലസ് ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ പ്ലസ് ബിക്ക് പകരം HX പ്ലസ് HY, അല്ലെങ്കിൽ എച്ച് കോമൺ എടുത്താൽ H ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. സോ എ പ്ലസ് ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? H ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അതാണ് തന്നിരിക്കുന്നത് എന്ത്? 36. ഇനി എച്ച് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 4 ആണെന്നല്ലേ. സോ 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് 36. അതിൽ നിന്ന് എക്സ് പ്ലസ് വൈ നമുക്ക് എന്ത് കിട്ടും? 9. അതായത് ഈ രണ്ട് റേഷ്യോസ്, എയുടെയും ബിയുടെ റേഷ്യോസ് എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. അങ്ങനെ 9 വരുന്ന സാധ്യതയുള്ള എക്സിൻ്റെ വൈയുടെ വാല്യൂസിന് എഴുതാലോ. എന്തൊക്കെ വരാം? ആഡ് ചെയ്യുമ്പോൾ സം എത്ര വരണം? 9 വരണം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വൈയുടെ വാല്യൂസ് എന്തൊക്കെ വരാം? 1ഉം 8ഉം വരാം അല്ലേ. പിന്നെ 2ഉം 7ഉം വരാം. 3ഉം 6ഉം വരാം. 4ഉം 5ഉം വരാം. പിന്നെ എല്ലാം ഇത് തന്നെയാണ് തിരിച്ചു വരിക. ഇത്രയല്ലേ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, സോ ഈ നമുക്ക് 4 പെയേഴ്സ് കിട്ടി. ഈ 4 പെയേഴ്സിൽ 1ഉം 8ഉം കോപ്രൈം ആണ്. 2ഉം 7ഉം കോപ്രൈം ആണ്. 3ഉം 6ഉം കോപ്രൈം ആണോ? അല്ല. അതിന്റെ ഈ 3ന്റെ 6ന്റെ HCF 3 ആണ്, 1 അല്ല. സോ എന്താണ്? ഇത് കോപ്രൈം അല്ല. സോ ആ പെയർ വരില്ല. 4ഉം 5ഉം കോപ്രൈം ആണ്. സോ ഈ 3 പെയേഴ്സ് കോപ്രൈം ആണ്. ഈ 3 പെയേഴ്സ് എന്ത് വരാൻ സാധ്യതയുണ്ട്? ഈ എല്ലാ തന്നിരിക്കുന്ന എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ആ കണ്ടീഷൻസ് വരുന്ന എത്ര പോസിബിൾ പെയേഴ്സ് ഉണ്ട്? 3 പോസിബിൾ പെയേഴ്സ് ആണ് ഉള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഓക്കെ, ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, the HCF and product of two numbers are 15 and 6300 respectively. The number of possible pairs of such numbers അല്ലേ. സോ രണ്ട് നമ്പേഴ്സിന്റെ HCF തന്നിട്ടുണ്ട്. HCF എത്രയാണ് തന്നേക്കുന്നത്? HCF 15 ആണ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് 6300. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് ഓഫ് സച്ച് നമ്പർ ആണ് അല്ലേ. സോ ഫൈനലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് പെയേഴ്സ് ചോദിച്ചത് കൊണ്ട് നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ എച്ച് വന്നിട്ടുണ്ട്, നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എൽ കണ്ടുപിടിക്കാമല്ലോ. എൽ എന്ന് പറയുന്നത് എൽ ഇൻറ്റു എച്ച് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണ്. സോ എൽ എന്ന് പറയുന്നത് എ ബി ബൈ എച്ച് വരും. സോ
6300/15 എത്ര വരും? 4 ടൈംസ് 420 വരും അല്ലേ? സോ LCM എന്ന് പറയുന്നത് 420 ആണ്. അടുത്തത് നമുക്കറിയാം, ഇപ്പൊ നമുക്ക് LCM കിട്ടി, HCF ഉണ്ട്, AB ഉണ്ട്. സോ L H ഉണ്ടല്ലോ. ഇനി നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാലോ. എങ്ങനെ? L എന്ന് പറയുന്നത് H × XY ആണ്. സോ XY എന്ന് പറയുന്നത് L/H ആണ്. സോ L എന്ന് പറയുന്നത് നമുക്ക് 420 എന്ന് കിട്ടി. H നമുക്ക് അറിയാൻ തന്നിട്ടുണ്ട്. എത്രയാണ്? H എന്ന് പറയുന്നത് 15 തന്നിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 ടൈംസ് പോകും. ഇപ്പോൾ 120 8 ടൈംസ് പോകും. സോ XY എന്ന് പറയുന്നത് 28 ആണ്. അതായത് എക്സിൻ്റെ വൈയുടെ പ്രോഡക്റ്റ് 28 ആണ്. അങ്ങനെ എക്സും വൈ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 28 വരാൻ ചാൻസ് ഉള്ളത്? 1 28 പ്രോഡക്റ്റ് 28 ആണ്. 2 14 പ്രോഡക്റ്റ് 28 ആണ്. 4 7 പ്രോഡക്റ്റ് 28 ആണ്. വേറെ ഏതെങ്കിലും പെയേഴ്സ് വരാൻ ചാൻസ് ഉണ്ടോ? 1 28 2 14 4 7 വേറെ വരാൻ ചാൻസ് ഇല്ലല്ലോ. ഇല്ല. ഈ നമുക്ക് 3 പെയേഴ്സ് ആണ് ഇപ്പോൾ കിട്ടിയത്. ഈ 3 പെയേഴ്സിൽ 1 28 കോപ്രൈം ആണ് അല്ലേ? കോപ്രൈം ആണ്. സോ അത് പോകും. 2 14 പക്ഷെ കോപ്രൈം അല്ല. അതിൻ്റെ HCF 2 ആണ്. സോ എന്താണ്? അത് കോപ്രൈംസ് അല്ല. സോ അത് വരില്ല. 4 7 വരും അല്ലേ? അത് കോപ്രൈംസ് ആണ്. സോ 2 പോസിബിൾ പെയേഴ്സ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 84 ആൻഡ് ദ HCF ഈസ് 12. ദ ടോട്ടൽ നമ്പർ ഓഫ് സച്ച് പെയേഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 നമ്പേഴ്സിന്റെ സമ്മ് 84 തന്നിട്ടുണ്ട്. അതായത് A + B, 2 നമ്പേഴ്സ് എയും ബിയും ആണെങ്കിൽ A + B സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 84. HCF 12 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് എക്ക് പകരം നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് പെയേഴ്സ് ചോദിച്ചുകൊണ്ട് എക്സും വൈയും ആണ് നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എക്ക് പകരം H × എക്സും ബിക്ക് പകരം H × വൈയും കൊടുക്കും. H കോമൺ എടുത്താൽ H × X + Y. അതാണ് എന്തെന്ന് തന്നിരിക്കുന്നത്? 84 തന്നിരിക്കുന്നത്. സോ X + Y എത്രയാണ്? 84/H. H എത്രയാണ്? 84/H. H എത്രയാണ്? H എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 12 ആണ്. സോ X + Y എത്ര കിട്ടും? നമുക്ക് 7 കിട്ടും. സോ X + Y നമുക്ക് 7 കിട്ടി. X + Y 7 വരണമെങ്കിൽ, അതായത് 2 നമ്പേഴ്സിൻ്റെ സമ്മ് 7 വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 6 വരാം, 2 5 വരാം, 3 4 വരാം. ഇത്രയല്ലേ വരത്തുള്ളൂ? 1 6 2 5 3 4 അല്ലേ? സോ ഇവിടെ 1 6 കോപ്രൈം ആണ്, 2 5 കോപ്രൈം ആണ്, 3 4 കോപ്രൈം ആണ്. സോ ഈ 3 പെയേഴ്സും വരാൻ ചാൻസ് ഉണ്ട്. സോ ആൻസർ എത്രയാണ്? നമ്പർ ഓഫ് പെയേഴ്സ് 3 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ നമ്പർ എക്സ് ഈസ് ഡിവൈഡഡ് ബൈ 7 വെൻ ദിസ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 8 12 and 16 ഇറ്റ് ലീവ്സ് എ റിമൈൻഡർ 3 in each case. ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഒരു നമ്പർ ഉണ്ട് എക്സ് എന്ന് പറയുന്നത്. ആ നമ്പർ എന്താണ്? 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ്? 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. 7ൻ്റെ മൾട്ടിപ്പിൾ ആയാലല്ലേ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരത്തുള്ളൂ. സോ ഈ നമ്പർ എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ എന്ത് പറയുന്നുണ്ട്? ഈ നമ്പർ, ഇതേ നമ്പർ 8 12 16 ഈ 3 നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരണം? 3 വരണം. റിമൈൻഡർ 3 വരണം. അങ്ങനെ വരാൻ സാധ്യതയുള്ള ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിക്കേ, 8 12 16 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3യും വരണം. പക്ഷെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ നമ്പർ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. സോ ഇവിടെ നിൽക്കട്ടെ, ഇവിടെ ഇപ്പോൾ റിമൈൻഡർ 3 വരുന്നത് അവിടെ നിൽക്കട്ടെ, ഇവിടെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. നമുക്ക് 8 12 16 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം എന്ന് വെച്ചോ. ഓക്കെ, റിമൈൻഡർ 3 അല്ല, റിമൈൻഡർ 0 വരണം. അങ്ങനെ വരാൻ സാധ്യതയുള്ള ഏറ്റവും ലീസ്റ്റ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 8 12 16 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്ന ഏറ്റവും ലീസ്റ്റ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 8 12 16ൻ്റെ എന്ത് കണ്ടാൽ മതി? LCM കണ്ടാൽ മതി അല്ലേ? 8 12 16ൻ്റെ LCM കണ്ടാൽ മതി. സോ LCM കാണുമ്പോൾ നമുക്ക് LCM കിട്ടുമ്പോൾ അത് എന്താണ്? അത് 8 12 16 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് എത്ര വരണം? റിമൈൻഡർ 3 വരണം. അതിന് എന്ത് ചെയ്താൽ മതി? ഈ LCMൻ്റെ കൂടെ ഒരു 3യും കൂടെ ആഡ് ചെയ്താൽ പോരെ? ഈ 3 ആഡ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന നമ്പർ ഇതാ 8 12 16 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുമല്ലോ. മനസ്സിലായോ? സോ എന്താണ്?
നമുക്ക് 8, 12, 16 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 8, 12, 16ന്റെ LCM കണ്ടിട്ട് ആ LCMന്റെ കൂടെ ഒരു 3 ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ എന്താണ്, ഇവരെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 3 വരും. സോ നമുക്ക് അങ്ങനെയുള്ള നമ്പർ കണ്ടുപിടിക്കാം. അതിന് 8, 12, 16ന്റെ LCM കാണണം. 8, 12, 16ന്റെ LCM എത്രയാണ്? 8 എന്ന് പറയുന്നത് 2 ക്യൂബ് ആണ്. 12 എന്ന് പറയുന്നത് 2 സ്ക്വയർ ഇൻറ്റു 3 ആണ്. 16 എന്ന് പറയുന്നത് 2⁴ ആണ്. സോ LCM എന്ന് പറയുന്നത് 2⁴ ഇൻറ്റു 3 വരും. 2⁴ 16 ഇൻറ്റു 3 എത്രയാ? 48. സോ LCM എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. സോ റിമൈൻഡർ 3 വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? +3 ചെയ്താൽ മതി. സോ 51 വരും. സോ 8, 12, 16 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നമ്പർ എത്രയാണ്? 51. ഓക്കെ, 51 ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ? നമുക്ക് 51 കിട്ടി. ഇതാ ഇത്രയും ഓക്കെയാണ്. 8, 12, 16 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വന്നു. പക്ഷെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? ആ നമ്പർ 7ൽ ഡിവിസിബിൾ ആണ്. ഇവിടെ 51 7ൽ ഡിവിസിബിൾ ആണോ? അല്ല അല്ലേ? 51 7ൽ ഡിവിസിബിൾ അല്ല. സോ എന്താണ്, നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതാ ഇവിടെ വെച്ച് നമ്മുടെ ആൻസർ കിട്ടി. ഈ 51 വെച്ച് നമ്മുടെ ആൻസർ കിട്ടി. പക്ഷെ ഇവിടെ 7ൽ ഡിവിസിബിൾ ആണ് എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ ഉള്ളതുകൊണ്ട് ഈ 51 അല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം LCM എന്താണ്? 48 ആണ്. ഓക്കെ, സോ എന്തായാലും ഈ 48 നോക്കുമ്പോൾ 48 3 കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ വന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് കിട്ടാൻ 48ന്റെ അടുത്ത മൾട്ടിപ്പിളിന്റെ കൂടെ 3 കൂട്ടും. 48ൽ എന്താണ്? റിമൈൻഡർ 0 ആണ്. ഓക്കെ, അപ്പൊ 48ന്റെ അടുത്ത മൾട്ടിപ്പിളിലും 8, 12, 16ന്റെ റിമൈൻഡർ 0 തന്നെ ആയിരിക്കുമല്ലോ. സോ റിമൈൻഡർ 3 വരാൻ ആ അടുത്ത മൾട്ടിപ്പിളിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 3 കൂട്ടിയാൽ മതി. ആ നമ്പർ 7ൽ ഡിവിസിബിൾ ആണെങ്കിൽ അതാണ് ആൻസർ. ഓക്കെ, മനസ്സിലായോ? 48ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 48 ഇൻറ്റു 2 എത്രയാ? 96. ഈ 96ൽ എന്താണ്? ഈ 96ൽ 8, 12, 16 കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകും. റിമൈൻഡർ 0 വരും. കാരണം എന്താ? ഇത് 48 ഇവരുടെ LCM ആണ്. ആ 48ന്റെ മൾട്ടിപ്പിൾ ആണ് 96. സോ എന്താണ്? റിമൈൻഡർ 0 പോകും. 3 വരാൻ എന്ത് ചെയ്താൽ മതി? ഒരു +3 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എത്ര വരും? 99. ഇവിടെ റിമൈൻഡർ ഇവരെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ 8, 12, 16 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരും. പക്ഷെ 7ൽ മൾട്ടിപ്പിൾ ആണോ? 7ൽ ഡിവൈഡ് ചെയ്ത് പോകുമോ? പോകില്ല അല്ലേ? സോ 48ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ നമുക്ക് പറ്റില്ല. അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? 48ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ നോക്കും. 48ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ഏതാ? 144. ഈ 144ലും എന്താണ്? ഈ 144ലും 8, 12, 16 ഡിവിസിബിൾ ആണ്. ഓക്കെ, റിമൈൻഡർ 3 വരാൻ എന്ത് ചെയ്യുക? 3 ആഡ് ചെയ്യുക. അപ്പൊ 147 വരും. ഓക്കെ, ഇനി 7ൽ ഡിവിസിബിൾ ആണോ? 7ൽ ഡിവിസിബിൾ ആണ്. സോ അങ്ങനത്തെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 147. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 8, 12, 16 ഇവരെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ 8, 12, 16 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരണം. പക്ഷേ 7 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ കണ്ടീഷൻ. അതിന് നമ്മൾ ചെയ്തത് എന്താണ്? 8, 12, 16ന്റെ LCM കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ആ LCMന്റെ ഒരു 3 കൂട്ടി നോക്കി. അപ്പൊ നമുക്ക് എത്രയാണ്? 51 വന്നത്. പക്ഷെ ഇതെന്താണ്? 7ൽ ഡിവിസിബിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്തു? LCM ആയിട്ടുള്ള 48ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുത്തു. അപ്പം ആ നെക്സ്റ്റ് മൾട്ടിപ്പിൾ LCMന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ 8, 12, 16 പോകും. റിമൈൻഡർ 3 വരാൻ എന്ത് ചെയ്തു? ഒരു 3 കൂടെ ആഡ് ചെയ്തു. ഓക്കെ, പക്ഷെ അതിനകത്തും എന്താണ്? 7 വെച്ചിട്ട് എന്താണ്? ഡിവിസിബിൾ അല്ല. സോ നമ്മൾ അടുത്ത LCM ആയ 48ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ എടുത്തു. റിമൈൻഡർ 3 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു 3 കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 8, 12, 16 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 3യും 7 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 0യും കിട്ടി. സോ ഈ മൂന്നാമത്തെ മൾട്ടിപ്പിളിനൂടെ 3 കൂട്ടുന്ന 147 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ എന്താണ്? ഒന്നാമത്തെ മൾട്ടിപ്പിൾ നോക്കി, വന്നില്ല. രണ്ടാമത്തെ മൾട്ടിപ്പിൾ നോക്കി, വന്നില്ല. മൂന്നാമത്തെ മൾട്ടിപ്പിൾ നോക്കിയപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇനി ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ മൂന്നാമത്തെ മൾട്ടിപ്പിളിനും കിട്ടണമെന്നില്ല. ചിലപ്പോൾ 4, 5 ഒക്കെ പോയെന്നിരിക്കാം. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് LCM 8, 12, 16ന്റെ LCM കണ്ടുപിടിച്ചല്ലോ. 8, 12, 16ന്റെ LCM നമുക്ക് എത്രയാണ് കിട്ടിയത്? 48 ആണല്ലേ കിട്ടിയത്. സോ ഈ 48നൂടെ 3 കൂട്ടുമ്പോൾ
നമുക്ക് കിട്ടുന്നത് 51. പക്ഷേ 51 7 പോകില്ല. സോ എന്തായാലും 48 LCMന്റെ 3 കൂട്ടുന്നതല്ല നമുക്ക് മനസ്സിലായി. അടുത്തത് ഈ 48ന്റെ ഏതോ ഒരു മൾട്ടിപ്പിളിന്റെ കൂടെ 3 കൂട്ടുന്നതാണ് ആൻസർ എന്ന് നമുക്ക് കിട്ടി. കാരണം 48ന്റെ ഏതൊരു മൾട്ടിപ്പിളിന്റെ കൂടെ 3 കൂട്ടിയാലും എന്താണ് 8, 12, 16 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടും. നമുക്ക് 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കൂടെ പറ്റുന്ന ഒരു നമ്പർ കാണണം. അത് 48, അതായത് LCMന്റെ ഏതോ ഒരു മൾട്ടിപ്പിളിന്റെ കൂടെ 3 കൂട്ടുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ എന്ത് ചെയ്തു? ജനറലൈസ് ചെയ്ത് 48k + 3 എന്ന് എഴുതി. ഈ കെയുടെ വാല്യൂ ഏതൊക്കെ വരാം? 1, 2, 3 മൾട്ടിപ്പിൾ എടുക്കുന്ന ഇതാണ് k എന്ന് പറയുന്നത്. സോ ഏതും വരാം. സോ നമ്മൾ 48k + 3 എന്ന് എഴുതി. സോ നമുക്ക് എന്താണ് ഈ ഒരു നമ്പർ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 അല്ലേ വരേണ്ടത്? ആണല്ലേ? സോ 48k + 3 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരെ പോകും? നമുക്ക് 6, 7, 42 k വരെ പോകും. കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. 7, 49 പോകാൻ എന്താണ് ഇവിടെ 49 k ഇല്ല, 48 വരെ ഉള്ളൂ. സോ 6, 7, 42 k വരെ പോകും. ബാക്കി റിമൈൻഡർ ആയിട്ട് എത്ര വരും? 48ൽ നിന്ന് 42 k പോയാൽ ബാക്കി 6 kയും തൈ കിടക്കുന്ന 3ഉം ബാലൻസ് ആയിട്ട് വരും. ഓക്കെ, നമുക്കറിയാം നമുക്ക് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ വരേണ്ടത്? റിമൈൻഡർ വരേണ്ടത് 0 ആണ്. ഇത് കറക്റ്റായിട്ട് 7 പോകുമെന്ന് നമുക്കറിയാം. 6, 7, 42 കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പോകും. റിമൈൻഡർ 0 വരണമെങ്കിൽ ഈ 6k + 3യും കൂടെ എന്തായിട്ട് പോകണം? കറക്റ്റായിട്ട് 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് പോകണം അല്ലേ? ഈ 6k + 3യും കൂടെ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് പോകണം. അപ്പോൾ എന്താണ് 7ന്റെ മൾട്ടിപ്പിൾ ആവുന്ന 6k + 3 7ന്റെ മൾട്ടിപ്പിൾ ആവുന്ന രീതിയിൽ kയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കിയാൽ പോരെ? ഓക്കെ, 6k + 3 7ന്റെ മൾട്ടിപ്പിൾ ആവുന്ന രീതിയിലുള്ള kയുടെ വാല്യൂ നോക്കിയാൽ മതി. നോക്കിയാൽ kക്ക് നമ്മൾ 1 കൊടുക്കുമ്പോൾ 6 × 1 + 3 9 വരും. 7ന്റെ മൾട്ടിപ്പിൾ അല്ല. റിമൈൻഡർ എത്ര വരും? 7 ഒരു പ്രാവശ്യം പോയി റിമൈൻഡർ 2 വരും അല്ലേ? ഇനി kക്ക് 2 കൊടുക്കുമ്പോൾ 6 × 2 12, 12, 12 3 15. 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. റിമൈൻഡർ എത്ര വരും? 14 വരെ വന്നിട്ട് റിമൈൻഡർ 1 വരും. kക്ക് 3 കൊടുക്കുമ്പോൾ 6 × 3 18, 18ഉം 3ഉം 21. 21 7ന്റെ മൾട്ടിപ്പിൾ ആണ്. റിമൈൻഡർ എത്ര വരും? 0 വരും. സോ kക്ക് എത്ര കൊടുത്താൽ മതി? kക്ക് 3 കൊടുത്താൽ മതി. സോ kയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? 48k + 3യിൽ നമുക്ക് kയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 48 kക്ക് 3 + 3. 48 + 3 എത്രയാണ്? 144 ആണല്ലേ? +3 147. സോ ആൻസർ എന്ന് പറയുന്നത് 147, ഓപ്ഷൻ ഡി ആൻസർ. സോ ഇങ്ങനെ 2 മെത്തേഡാണ് നമുക്കുള്ളത്. ഈ മെത്തേഡാണ് മൾട്ടിപ്പിൾസ് ഒരുപാട് പോയി കഴിയുമ്പോൾ നമ്മൾ ഈ മെത്തേഡാണ് യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.